മോർണിംഗ് ഷോൻ്റെ അവസാന ഘട്ടത്തിലേക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയ പ്രതിയെ മുഖത്തടിച്ച സംഭവത്തിൽ അമ്മയ്ക്കെതിരെ ധൃതി പിടിച്ച് കേസെടുക്കേണ്ട എന്ന് തീരുമാനം വന്നിരിക്കുന്നു. പ്രതി രാധാകൃഷ്ണപിള്ളയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എ വി ജയശങ്കർ ചേരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. വീണ്ടും ജയശങ്കർ, പറയൂ വിശദാംശങ്ങൾ. SKN ഈ രാധാകൃഷ്ണപിള്ളയാണ് പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് അമ്മയ്ക്കെതിരെ പരാതി നൽകിയത്. അതായത് തന്നെ മർദ്ദിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി. പരാതിയിലാണ് നിലവിൽ പോലീസ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ ലഭിച്ച ശേഷം പരിശോധിച്ച് മാത്രം ഈ ഒരു വിഷയത്തിൽ അമ്മയ്ക്കെതിരെ കേസെടുത്താൽ മതിയെന്നാണ് നിലവിൽ പോലീസിൻ്റെ ഒരു തീരുമാനം. കാരണം പോലീസിനെതിരെ ഇത്തരം വിഷയങ്ങൾ ധൃതി പിടിച്ച് കേസെടുക്കുന്നുവെന്ന വലിയ തോതിലുള്ള പ്രചരണം ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രം ഈ പ്രതിയുടെ പരാതിയിൽ കേസെടുത്താൽ മതിയെന്നാണ് നിലവിൽ ഏനാത്ത് പോലീസിൻ്റെ തീരുമാനം. എന്തായാലും ഇന്ന് ഈ രാധാകൃഷ്ണപിള്ളയെ കോടതിയിൽ ഹാജരാക്കും. ഇയാൾ നിലവിൽ ഏനാത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇരയുടെയും അമ്മയുടെയും ഉൾപ്പെടെയുള്ള മൊഴികൾ ഏനാത്ത് പോലീസ് ശേഖരിക്കും. വിശദമായ മൊഴി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്താനാണ് പോലീസിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ ഈ KSRTC ബസ്സിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബസ്സിലെ കണ്ടക്ടറെയും ഡ്രൈവറെയും പറ്റിയാൽ ഈ ബസ്സിൽ ആ സമയത്ത് യാത്ര ചെയ്തിരുന്ന യാത്രക്കാരുടെയും ഉൾപ്പെടെ മൊഴി വിശദമായി പ്രതിക്കെതിരെ രേഖപ്പെടുത്താനാണ് പോലീസിൻ്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന് ഇടയിലാണ് ഇത്തരത്തിൽ പ്രതി പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് അമ്മയ്ക്കെതിരെ തന്നെ മർദ്ദിച്ചു എന്ന് കാണിച്ച പരാതി നൽകുന്നത്. എന്തായാലും ഈ പരാതി പോലീസ് പരിശോധിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം ആലോചിച്ച കേസ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കിടക്കാമെന്നാണ് പോലീസിൻ്റെ തീരുമാനം. വലിയ തോതിൽ ഈ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. ഈ KSRTC ബസ്സിൽ വെച്ചാണ് പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായിരുന്നത്. അതിക്രമത്തിന് ശേഷവും ഈ പ്രതി ഈ പെൺകുട്ടിക്കും അമ്മയ്ക്കും നേരെ ആക്രോശിക്കുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരം ഘട്ടത്തിലാണ് അമ്മ ഇയാളുടെ മൂക്കിനടിക്കുകയും മൂക്കിൻ്റെ പാലം തന്നെ പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. എ വി ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് ചേർന്നത്. അടൂർ ഏനാത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയ പ്രതിയുടെ മുഖത്ത് അമ്മ അടിച്ച സംഭവത്തിൽ പ്രതി പരാതി കൊടുത്തെങ്കിലും അതിൽ ഉടനെ തന്നെ കേസെടുക്കേണ്ടെന്ന തീരുമാനം വന്നിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ പാലം ചെറുതായി തകർന്നുപോയി എന്നും വാർത്തയുണ്ട്.